വൃക്ഷത്തെയും നമ്മൾ വിലയിരുത്തുന്നത് അതിൽ നിന്ന് ലഭിക്കുന്ന ഫലത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റു ചില ഗുണങ്ങളുടെയോ അടിസ്ഥാനത്തിലാണ്. പല ഫലവൃക്ഷങ്ങളും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത് പ്രത്യേകമായിട്ടുള്ള ചില സിറ്റുവേഷനിൽ അല്ലെങ്കിൽ സീസണുകളിലാണ്. ചക്ക, മാങ്ങ ഇതൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സീസണലായിട്ട് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന വൃക്ഷങ്ങളാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫലവൃക്ഷമാണ് നമ്മളുടെ കൽപ്പവൃക്ഷം, നാളികേരം. തെങ്ങ് എല്ലാ സീസണിലും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന ഒരു വൃക്ഷമാണ്. ജലവും വളവും കൊടുത്താലും കൊടുത്തില്ലെങ്കിലും, നമ്മൾ ആരെങ്കിലും പരിപാലിച്ചാലും പരിപാലിച്ചില്ലെങ്കിലും നമ്മൾക്ക് വേണ്ടി പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന തെങ്ങ് ഏത് പ്രതികൂല സാഹചര്യത്തിലും തനിച്ചു നിൽക്കുവാനുള്ള ഒരു മനസ്സ് കാണിക്കുന്ന വൃക്ഷമാണ്. പുതുവത്സരത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ എല്ലാവരും പല നല്ല റെസൊല്യൂഷൻസും എടുക്കാറുണ്ട്. ആ ഒരു ആരംഭം കഴിയുമ്പോൾ ക്രമേണ ഈ റെസൊല്യൂഷൻസ് എല്ലാം തന്നെ മങ്ങിത്തുടങ്ങാറുണ്ട്. സീസണലായിട്ടാവരുത് നമ്മുടെ ഓരോ റെസൊല്യൂഷൻസും. മനുഷ്യരായ നമ്മൾ മറ്റുള്ളവരെ വിലയിരുത്തുന്നത് അവരുടെ സ്വഭാവത്തിലെ ചില പ്രത്യേകതകൾ കൊണ്ടാവാം, അല്ലെങ്കിൽ നല്ല പെരുമാറ്റ രീതികൾ കൊണ്ടാവാം. പ്രത്യേകിച്ച് യാതൊന്നും പ്രതീക്ഷിക്കാതെ ഏതവസരങ്ങളിലും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മളെ സഹായിക്കുന്നവരോട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇഷ്ടം തോന്നാറുണ്ട്. എന്നാൽ നമ്മൾ ചിന്തിക്കുന്നത് അവർ നമ്മളോട് എങ്ങനെ പെരുമാറുന്നുവോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളും അവരും തമ്മിൽ എന്താണ് വ്യത്യാസം? കൽപ്പവൃക്ഷത്തെ പോലെ പരിപാലിച്ചാലും ഇല്ലെങ്കിലും പൂക്കാനും കായ്ക്കാനുമുള്ള ഒരു നല്ല മനസ്സ് നമ്മൾക്കും ഉണ്ടാവുകയാണെങ്കിൽ ഈ പുതുവത്സരം എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരും. സ്നേഹവും പരോപകാരവും മനുഷ്യത്വവുമാണ് മനുഷ്യരായി നമ്മളെ വളർത്തിക്കൊണ്ട് വരുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി നന്മയുള്ള മനുഷ്യരായി തീരുവാൻ നമുക്ക് സാധിക്കണം. നല്ല സുഗന്ധമുള്ള ഒരു പൂവ് നമ്മൾ ഓടിച്ചെന്ന് നശിപ്പിക്കാൻ ശ്രമിച്ചാലും അതൊരിക്കലും അതിൻ്റെ വാസന ഒട്ടും തന്നെ കുറയ്ക്കാറില്ല. പ്രകൃതിയിലെ നല്ല നല്ല ഒട്ടനവധി ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് ഉതകും. മറ്റുള്ളവർ എങ്ങനെയും ആയിക്കൊള്ളട്ടെ, നമ്മളാവുക തന്നെ ചെയ്യണം. അതിൽ നമ്മളാക്കുന്ന ചില നല്ല ശീലങ്ങൾ ഈ പുതിയ വത്സരത്തിൽ നമുക്ക് സൃഷ്ടിച്ചെടുക്കാം. പുതുവത്സരം എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ സംവത്സരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ഗുഡ് ലക്ക്. താങ്ക് യു.